ഹായ്, ഞാൻ മേരി മെറ്റിൽഡ. നമ്മുടെ ലോക്ക്ഡൗൺ പീരീഡിൻ്റെ കാലാവധി മെയ് 4 വരെ നീട്ടിയിരിക്കുകയാണ്. ഈ COVID-19-നെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും വളരെ ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തന രീതി. 2, ഇവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ കേരള ജനത തയ്യാറായി എന്നുള്ളത്. ഒരുപക്ഷെ കുറേയേറെ നിയന്ത്രണങ്ങൾക്ക് വിധേയരായിട്ട് ജീവിക്കുന്ന സമൂഹമായതുകൊണ്ടാവാം ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ വീടുകളിലായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും പേര് ഇപ്പോഴും വീടുകളിലാണ്. വീടുകളിലായിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്. കാരണം കുടുംബ ബന്ധങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് കേരളീയർ. അതിൽ സന്തോഷം കാണുന്നവരുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലോക്ക്ഡൗണിൽ വീട്ടിലായിരിക്കുമ്പോൾ ഈ വീട്ടിൽ സംഭവിച്ച ചില വ്യത്യാസങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണണം. ഒന്ന്, നമ്മളെല്ലാവരും 24 മണിക്കൂർ ഒരുമിച്ചാണെന്നുള്ളതാണ്. 2, ചിലരുടെ തൊഴിലിടങ്ങൾ കുടുംബങ്ങളിലേക്ക് ചേക്കേറി. അപ്പോൾ നമ്മൾ മിക്കവാറും ആയിരിക്കുന്ന ഈ ഫാമിലിയിൽ കുറച്ചുകൂടി പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാം, ഇതാണ് നമ്മളിപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. നമ്മൾ കുടുംബാംഗങ്ങളിൽ നിന്ന് 24 മണിക്കൂർ ഒരുമിച്ചായിരിക്കുമ്പോൾ അവിടെ ഒരു അപകട സാധ്യതയുണ്ട്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തിയെന്ന് വരാം. അപ്പോൾ ഇത് മനുഷ്യ സഹജമാണ്. കൊച്ചുമക്കളുള്ള അമ്മമാരോട് അവരുടെ മക്കളെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. മിക്കവാറും അവരുടെ മക്കളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ അവർ നമ്മളോട് പറയാറുള്ളത് ഇതാണ്: എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്, പക്ഷേ ഇതുപോലൊരു 2 എണ്ണത്തിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. എന്നിട്ട് അവർ മിക്കവാറും ഈ മക്കളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കും. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന് പരാതിപ്പെടലാണ്, മറ്റേത് കുറ്റപ്പെടുത്തലാണ്. മനുഷ്യർക്ക് കേൾക്കാൻ യാതൊരു ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങളാണിവ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അനിഷ്ടകരമായിട്ടുള്ള ഒരു കാര്യം ഒഴിവായി കിട്ടും. പിന്നെ നമ്മളെല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഉള്ളത് കൊണ്ട് അത് പരസ്പരം പറഞ്ഞിരുന്നിട്ട് വലിയ വിശേഷമൊന്നും ഇല്ലതാനും. രണ്ടാമതായിട്ട്, നമ്മുടെ വീട്ടിലുണ്ടാകേണ്ട അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു മാറ്റമാണ്. ചില വീടുകളിൽ ഇതിനകം ഉണ്ടായി കാണണം. പക്ഷേ കേരളത്തിലെ മിക്കവാറും വീടുകളിൽ ഈ മാറ്റം അനിവാര്യമാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. നമ്മുടെ വീടുകളിൽ പൊതുവായിട്ടുള്ള കുറേ ജോലികളുണ്ട്. അതായത് പാചകം, പിന്നെ വീടും പരിസരവും വൃത്തിയാക്കൽ, തുണി കഴുകൽ, ഇതുപോലെയുള്ള മറ്റ് ജോലികൾ. ഇതിനെല്ലാം നമ്മൾ വീട്ടുജോലികൾ എന്ന് പറയും. ഈ വീട്ടുജോലികൾക്കുള്ള ഒരു പ്രത്യേകത, ഇത് ചെയ്യാൻ അത്ര രസമുള്ള ജോലിയൊന്നുമല്ല, എന്നാൽ വിരസത ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ മെച്ചമില്ല. ഇത് അന്തം വിട്ട് ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തിക വരുമാനമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു മെച്ചമോ നമുക്ക് ഉണ്ടാകാനിടയില്ല. പക്ഷേ കുടുംബത്തിൽ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ ജോലികൾ മുഴുവനും മിക്കവാറും ചെയ്യേണ്ടി വരുന്നത് 1 or 2 ആളുകളായിരിക്കും. അപ്പോൾ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ, ഭാര്യ, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ മുഴുവൻ കാര്യങ്ങളുടെയും അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം വന്ന് ചേരുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പരിശീലന ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ ഒഴിവ് ദിവസം നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ ചിലരൊക്കെ വളരെ സത്യസന്ധമായിട്ട് മറുപടി പറയും, കഴിഞ്ഞ ഒഴിവ് ദിവസം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ ഉച്ചയായി, പിന്നെ ബ്രഞ്ച് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കൂട്ടി കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വൈകുന്നേരമായി, പിന്നെ പലഹാരമൊക്കെ അമ്മ ഉണ്ടാക്കിയ പലഹാരമൊക്കെ കഴിച്ചു, പിന്നെ രാത്രിയായി, ഞാൻ കിടന്നുറങ്ങി. ഇതത്ര ശരിയാണോ? ഈ വീട്ടുജോലികൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലത് ചെയ്യുന്ന ആളോട് ചോദിച്ചു നോക്കണം, ഇതെല്ലാവരും കൂടി ഷെയർ ചെയ്താൽ സന്തോഷമാവില്ലേ? അവർക്ക് തീർച്ചയായിട്ടും സന്തോഷമാവും. അപ്പോൾ ഇങ്ങനെ ഒരു എല്ലാവരും കൂടി ചേർന്ന് ജോലി ചെയ്യുന്ന ഒരു രീതി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ഒന്നായിരിക്കും. അല്ലെങ്കിൽ അത് വളരെ അന്യായം തന്നെയല്ലേ, വളരെ അന്യായമായിട്ടുള്ള ഒരു തൊഴിൽ വിഭജനമാണിത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ലോകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ കഴിവ് തെളിയിക്കുന്ന മേഖലകളിൽ നമുക്ക് പലതും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമുക്ക് ഏർപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ ഈ ജോലികളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്
ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം, അതിരാവിലെ എല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കുക എന്നുള്ളത്. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് നമ്മൾ കാണാറുണ്ടല്ലേ, രാവിലെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുന്ന അമ്മ, ആ അമ്മയെ വാഴ്ത്തിപ്പുകഴ്ത്തിയുള്ള കുറേ പോസ്റ്റുകൾ. പക്ഷേ ഇത് ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സത്യത്തിൽ പ്രയോജനമുണ്ടോ? അവിടെ അമ്മയ്ക്ക് സന്തോഷം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഈ ജോലികൾ നമ്മൾ ഷെയർ ചെയ്യാൻ തന്നെ തയ്യാറാവണം. അപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6:30 നമുക്ക് പാചകം അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ജോലിയാണ് പാചകം. അത് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തു തീർക്കാൻ പറ്റും. പിന്നെ ഒരു 8:30 നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നത്തെ പാചകം എന്തായിരിക്കണമെന്ന് ഇന്നല്ല ആലോചിക്കേണ്ടത്, അത് തലേദിവസം ആലോചിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം നമ്മുടെ ഒരു ദിവസത്തെ ബേസ് ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടാം. പിന്നെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ പാത്രങ്ങൾ, ഇതൊക്കെ ഓരോരുത്തരും അവനവൻ്റെ മുറി, ഇതൊക്കെ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ ആർക്കും ഭാരമായിട്ട് അനുഭവപ്പെടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ കുറേ ഫ്രീ ടൈമാണ്. ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സമയം വരെ, സത്യത്തിൽ 6:30 തൊട്ട് 8:30 വരെ നമ്മളെല്ലാവരും പാചകത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അന്നത്തെ ഏകദേശം പാചകം നമുക്ക് പൂർത്തിയാക്കാനും പറ്റും. അപ്പോൾ ഒരു 10 മണിക്ക് ശേഷമുള്ള സമയത്ത് നമുക്കെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്താനുള്ള സമയമായി. അത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് ഫ്രീ ടൈം കിട്ടും. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ഒരുപാട് ടൈം പാസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം, രാവിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ചില ശീലങ്ങളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ ജോലിയില്ല എന്നുള്ള മട്ടിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ, ഫോൺ ബെഡിൻ്റെ അടുത്ത് തന്നെ വെക്കുക, ഓൺ ചെയ്യുക, അതിൽ വരുന്ന വാട്സപ്പൊക്കെ വായിക്കുക. പിന്നെ ഒരു ദിവസം വേസ്റ്റാക്കാൻ ഇത് ധാരാളം മതിയാകും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ശീലങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് സ്വയം ചിന്തിക്കുക. ഒരു കാര്യം ഉറപ്പാണേ, ഇങ്ങനെ ഒരു ഷെയറിങ്ങിന് തയ്യാറായാൽ ആ കുടുംബാന്തരീക്ഷം വളരെയധികം വ്യത്യാസമുള്ളതായിട്ട് തീരും, കുറേയും കൂടി സന്തോഷമുള്ളതായിട്ട് തീരും. അതുമാത്രമല്ല, ഇതിലൊക്കെ നമ്മളും കൂടി പങ്കാളികളാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈ പാചകം ചിലർ വലിയൊരു പ്രശ്നമായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പാചകം നമുക്ക് പറ്റുന്ന പണിയേ അല്ല. അതൊന്നുമല്ല, പാചകം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ പോലും നമ്മൾ ആദ്യം ആലോചിച്ചത് നമുക്ക് എന്ത് കഴിക്കാൻ കിട്ടും, ആഹാരത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. അത് പഠിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഇടമാണ് നമ്മുടെ വീട്. ധൈര്യമായിട്ട് നമുക്ക് പരീക്ഷണങ്ങളിൽ ഏർപ്പെടാം. അപ്പോൾ എൻ്റെ അമ്മ നല്ലൊരു പാചകക്കാരിയായിരുന്നു. അമ്മ വളരെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പാചകങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നു. വളരെ ടേസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അടുക്കളയിൽ അധികം സമയം ചിലവഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പാചകങ്ങളൊന്നും അങ്ങനെ കണ്ട് സ്വായത്തമാക്കിയിട്ടൊന്നുമില്ല. എന്നാൽ അമ്മ വളരെ ലളിതമായിട്ട് ചില പാചകങ്ങളൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ മിക്കവാറും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില രീതി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിയിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ രുചി ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട്. അപ്പോൾ അന്ന് അമ്മയിൽ നിന്ന് നോക്കി പഠിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ആ രുചി വെച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ തയ്യാറാക്കി പരീക്ഷിച്ച് നോക്കി. അങ്ങനെ ഞാൻ അമ്മയിൽ നിന്നും പഠിച്ച ചില ലളിത പാചകങ്ങളിൽ ഒരു പാചകം കൂടി, ഒരു വീഡിയോയും കൂടി ഞാനിതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞതല്ലേ. 1, 2 കാര്യങ്ങൾ ഒഴിവാക്കുക, പരാതിപ്പെടലും കുറ്റപ്പെടുത്തലും. 2, വീട്ടിലെ ജോലികൾ ഷെയർ ചെയ്യാൻ തയ്യാറാവുക. ഷെയറിങ് ഈസ് കെയറിങ്. എനിക്ക് എൻ്റെ അമ്മയോട്, അമ്മയെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, ഭാര്യയോട് കെയർ ചെയ്യുന്നുണ്ട് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അത് പ്രവർത്തിച്ച് കാണിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നമ്മൾ ഈ വീട്ടിൽ നിന്നുള്ള ഈ അന്യായമായിട്ടുള്ളൊരു തൊഴിൽ വിഭജനം ഉണ്ടല്ലോ, അതിൽ നമ്മുടേതായിട്ടുള്ള പങ്ക് വഹിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാചകത്തിൻ്റെ വീഡിയോയോട് കൂടി പാചകവും ഞാനിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇനിയും നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്.
അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ലളിത പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പാചകം ഒരു മാങ്ങാക്കറിയാണ്. അപ്പോൾ മാങ്ങ ചതച്ച് വഴറ്റി ഉണ്ടാക്കുന്ന ഒരു മാങ്ങാക്കറി. അപ്പോൾ ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് പച്ചമാങ്ങ അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കറിയിലൊക്കെ വേണ്ട മുളക്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു ചെറിയ സവാളയും ഒരു 5-8 അല്ലി ഉള്ളിയും അരിഞ്ഞ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് വേപ്പില, കുറച്ച് കടുക്. ഇനി ഇതിന് വേണ്ട വളരെ അത്യാവശ്യമുള്ള തേങ്ങാപ്പാൽ. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒരു ഏകദേശം ഒരു 200 ml, അത് ഫസ്റ്റ് പാല് ഒരു 200 ml ഏകദേശം ഇതിനകത്തുണ്ട്. പിന്നെ 2ാം പാലാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയി. ഇനി ഞാനിവിടെ ചട്ടി ചൂടാക്കി, ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി, സവാള അതെടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പം ഉള്ളി സവാളയൊക്കെ വഴറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ ഈ മുളകും മഞ്ഞളും ചേർക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് വഴറ്റണം. ഇപ്പം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിനൊരു വാസന വരുമല്ലോ. അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ച മാങ്ങയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും വഴറ്റണം. അപ്പം മാങ്ങയും നന്നായിട്ട് വഴറ്റി, നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റി. ഇനി 2ാം പാൽ ചേർക്കാം. 2ാമത്തെ തേങ്ങാപ്പാൽ ചേർക്കാൻ പോവാണ്. വഴറ്റി കഴിഞ്ഞ് അപ്പോൾ അത് ചേർക്കുമ്പോൾ അധികം ചാറായി പോകാതെ ഇത് പെട്ടെന്ന് വേഗം മാങ്ങ. ഒരു 5-8 മിനിറ്റിനുള്ളിൽ ഇത് വേഗം. അപ്പോൾ അതിന് നമുക്ക് ഏകദേശം വേണ്ട 2ാം പാൽ ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ എല്ലാവരും അവനവൻ്റെ പാകത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ഇത് തിളച്ച് ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വേകും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ 1ാം പാല് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ കടുക്, വേപ്പില, വറ്റൽമുളക്, അത് കടുക് പൊട്ടിച്ച് കടുക് ഇതൊക്കെ വറുത്ത് ഇതിനകത്ത് ഇടുക. അപ്പോൾ കറിയായി. 1ാം പാല് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർക്കണം. പാല് ചേർത്ത് നന്നായിട്ട് ചൂടാക്കണം, തിളച്ചു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ പാല് പിഴിയുമ്പോൾ തന്നെ തിളച്ചായ വെള്ളത്തിൽ ഇതെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ അവസാനം ഇത് വെറുതെ ചൂടാക്കാനേ പറ്റുള്ളൂ. മാങ്ങ വെന്ത് കഴിഞ്ഞു. 1ാം പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കടുക്, വേപ്പില, വറ്റൽമുളക് ഇത് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയായി. പിന്നെ ഇതിൻ്റെ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. താങ്ക് യു.